Mapac, your perfect packaging partner. താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പഴകിയ ഭക്ഷണ സാധനങ്ങൾ മഴക്കാല രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇവയെ തടയാനുള്ള മാർഗങ്ങളും ചികിത്സാ രീതികളും മറ്റു നിർദ്ദേശങ്ങളെക്കുറിച്ചും കാലടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ലിജ ദിവാകരൻ സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിജ ദിവാകരൻ, മെഡിക്കൽ ഓഫീസർ, സാമൂഹിക ആരോഗ്യ കേന്ദ്ര കാലടിയിൽ വർക്ക് ചെയ്യാണ്. ഇന്ന് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ മഴക്കാല രോഗത്തെ പറ്റിയാണ്. ഈ കാലാവസ്ഥയിൽ കാണുന്നത് മെയിനായിട്ട് ജലദോഷപ്പനികൾ, H1N1 മുഖേന പോലെ പനികൾ, രണ്ടാമത്തെ വയറിളക്ക രോഗങ്ങൾ, അതിലാണ് നമ്മുടെ മഞ്ഞപ്പിത്തമൊക്കെ പെടുന്നത്. പിന്നെയാണ് വൈറസ് രോഗങ്ങൾ, ഡെങ്കു പനി അങ്ങനെ പകർന്നത്. H1N1 അല്ലെങ്കിൽ ജലദോഷം പോലെ വന്ന പനികൾ നമുക്ക് തടയാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്കറിയാം, കോവിഡ് കാലത്ത് നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അകലം പാലിക്കുക, നല്ലോണം സോപ്പിട്ട് കൈ കഴുകുക, ചുമയോ തുമ്മലോ ജലദോഷം അങ്ങനെ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക. കൂടുതൽ ആൾക്കാരുള്ള സ്ഥലത്തിൽ പോകുമ്പോൾ മാസ്ക് ധരിച്ചിട്ടേ പോകാവൂ. പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ജലദോഷപ്പനി ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടേ മരുന്ന് കഴിക്കാവൂ. രണ്ടാമത്തെ രോഗങ്ങളിൽ നമ്മൾ കാണുന്നത് വയറിളക്ക രോഗങ്ങളാണ്. അത് കാണുന്നതും മെയിനായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം, നല്ല ഭക്ഷണമല്ല, കേടായ ഭക്ഷണം, തുറന്നു വെച്ച ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ പനി, ഛർദി, വയറിളക്കം, വയറുവേദന അങ്ങനെയാണ് ലക്ഷണങ്ങൾ കാണുന്നത്. അത് നമുക്ക് തടയാനായിട്ട് ചെയ്യാനുള്ള എളുപ്പ വഴികളാണ് തിളപ്പിച്ച ആറിയ വെള്ളയെ കുടിക്കാവൂ. തിളപ്പിച്ച ആറിയെന്ന് വെച്ചാൽ നമ്മൾ 5 മിനിറ്റെങ്കിലും വെട്ടി തെളിക്കണം വെള്ളം. ആ വെള്ളയെ നമ്മൾ തണുപ്പിച്ചിട്ട് കുടിക്കാവും. തിളപ്പിച്ച വെള്ളത്തിൽ തിളപ്പിക്കാത്ത വെള്ളം, തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അത് രോഗം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിളപ്പിച്ച് ആറിയ തണുത്ത വെള്ളയെ കുടിക്കാവൂ. ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞ് മൂടി വയ്ക്കുക. ഈച്ചയൊന്നും കയറാതെ നമ്മൾ ശ്രദ്ധിക്കുക. പുറത്ത് പരമാവധി നമ്മൾ ഭക്ഷണം ഈ കാലാവസ്ഥയിലൊന്ന് ശ്രദ്ധിക്കുക. കഴിക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണമേ കഴിക്കാവൂ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ തരം രോഗങ്ങളാണ് വൈറൽ പനികൾ, ഡെങ്കു പനികൾ, മലമ്പനി അങ്ങനത്തെയുള്ള രോഗങ്ങൾ. അത് മെയിനായിട്ട് പകരുന്നത് കൊതുക് മൂലമാണ്. ഈ കൊതുക് നമുക്കറിയാം, നമ്മളെല്ലാവരും എല്ലാ ദിവസവും കേൾക്കുന്നതാണ് ഡ്രൈ ഡേ ആചരിക്കൽ. ഈ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങളൊന്ന് വീടിൻ്റെ ചുറ്റൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് തടയാൻ പറ്റും. വീടിൻ്റെ ചുറ്റ്, ചെടിച്ചട്ടിയുടെ അടിയിൽ, ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കുപ്പിയുടെ മൂടികൾ, ചിരട്ട അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ, അതിലത്തെ ഒരു 50 പൈസ കോയിൻ മുങ്ങാനുള്ള വെള്ളം മാത്രം മതി ഈ ഡെങ്കു പനിയുടെ കൊതുകിന് ഈ മുട്ടയിടാൻ വേണ്ടിയിട്ട്. ഈ കൊതുകാണ് നമുക്ക് ഡെങ്കു പനി നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ ഡെങ്കു പനി പകർത്തുന്നത്. അപ്പോൾ എല്ലാ ആഴ്ച ഒരു ദിവസം ഈ ഇങ്ങനത്തെ സാധനങ്ങൾ, ചിരട്ട, നമ്മുടെ ചെടിച്ചട്ടിയുടെ അടിയിലുള്ള പാത്രം, അതെല്ലാം ഒരാഴ്ച കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് അതെല്ലാം വെള്ളം കളഞ്ഞ് ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിൽ, പ്ലാസ്റ്റിക് എല്ലാം മൂടി വെക്കുക, അല്ലെങ്കിൽ വേറെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് വേറെ മഴ വെള്ളം കയറാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രോഗങ്ങൾ തടയാൻ പറ്റും. ഈ കാലത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു രോഗം കൂടിയുണ്ട്, എലിപ്പനി. ഒരു മാരക രോഗമാണ്, പക്ഷേ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. വെള്ളത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ കൃഷിക്കാർ, ക്ഷീരകൃഷിക്കാർ, അല്ലെങ്കിൽ വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നവർ, അല്ലെങ്കിൽ അവരുടെ വീട് വെള്ളം മുങ്ങിയിട്ട് അവർ ക്ലീൻ ചെയ്യാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രോഗം തടയാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാരിൽ പനി വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വേഗം ആശുപത്രി വന്ന് ചികിത്സിക്കണം. ഒരു ചെറിയ ഗുളിക കഴിച്ച് മാറാനുള്ള ഒരു രോഗമുള്ളൂ. പക്ഷെ നമ്മൾ 2-3 ദിവസം വൈകിക്കഴിഞ്ഞാൽ പിന്നെ കിഡ്നിക്ക് ബാധിച്ച് നമുക്ക് ഡയാലിസിസ് വരെ ചെയ്യാനൊരു സ്റ്റേജിലേക്ക് ചിലപ്പോൾ എത്തും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. വെള്ളത്തിൽ നീന്തി കാല് മുക്കിയിട്ടോ അങ്ങനെ നടക്കണമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ ഡോക്സിസൈക്ലിൻ്റെ ഗുളിക പ്രതിരോധമായിട്ട് തീർച്ചയായിട്ടും കഴിക്കണം.
ഏറ്റവും വലിയ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ രോഗങ്ങളെല്ലാം നമുക്ക് ഒരുവിധമൊക്കെ തടയാൻ പറ്റും, ശ്രദ്ധിക്കാൻ പറ്റും. സ്വയം ചികിത്സ ചെയ്യരുത്. പല ബുദ്ധിമുട്ടുകൾ വരുന്നത് പേഷ്യൻസ് ശ്രദ്ധിക്കാതെ സ്വയം ചികിത്സ ചെയ്യുന്നതുകൊണ്ടാണ്. മരുന്ന് കടയിൽ പോയിട്ട് വേദനയ്ക്ക്, നടുവേദനയ്ക്ക്, പനിയുമായിട്ടുള്ള ഗുളികകൾ കഴിക്കുമ്പോഴാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആശുപത്രി നല്ല പനിയാണെങ്കിൽ ആശുപത്രി വന്ന് കൺസൾട്ട്.